വെച്ചാൽ നീ എടുക്കുക. പാട്ട് കേൾക്കാൻ പറഞ്ഞു. ഓ പാട്ട്. എടാ എനിക്കൊരു ഐഡിയ. എന്നാണോ നമ്മൾ കുറേ കാലമായില്ലേ ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ എന്നാ പറയണേ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉള്ള സിനിമയും കണ്ടും പാട്ടും കേട്ടും ഇങ്ങനെ കളയുമല്ലോ വെറുതെ. അതേസമയം ചില ആശാന്മാരുണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടേ അതെല്ലാം ഹിറ്റായിട്ട് എന്തുമാത്രം കാശ ഉണ്ടാക്കണമെന്ന് അറിയാവോ? ശരിയാ. ആ ഞാനും കണ്ടു. ആ അങ്ങനെ കണ്ടിട്ട് കാര്യമുണ്ടോ? പുതിയ എന്നാലും ഒരു ഐഡിയ ഒക്കെ വേണ്ടേ? നമുക്കും ഇങ്ങനെ കാശൊക്കെ ഉണ്ടാക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്താലോ? നോക്കാം. എന്നാ വീഡിയോ എടുക്കും? ആലോചിക്കാം. ആലോചിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യത്തിൽ ഉണ്ടാക്കിയല്ല. ആലോചിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് സമയമുണ്ടായിരുന്നു. ആരും ആലോചിച്ചില്ലല്ലോ. ഞാനും ആലോചിച്ചില്ല, നീയും ആലോചിച്ചില്ല. ആ ചിരിച്ചോണ്ടിരുന്നു. ഇതേ മിടുക്കന്മാർ ഓരോരോ കാര്യങ്ങൾ ചെയ്യും, നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയും ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം. നീ പറയാറില്ലേ ഞാൻ ഭയങ്കര എന്നാ പറയണേ, ഭയങ്കര കൊമേഡിയനാണ്, ഞാൻ നന്നായിട്ട് തമാശയൊക്കെ പറയുന്നു. നമുക്കും ഒരു തമാശ, ഇങ്ങനെ ഒരു ഫാമിലി തമാശ നമ്മുടെ ഇവനൊക്കെ ചെയ്യുന്നില്ലേ, നമ്മുടെ അവൻ്റെ പേരെന്നാ, ആ ചെറുക്കൻ്റെ പേരെന്നാ? ആ കാർത്തിക്. കാർത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ നമുക്കും ഒരു സാധനം, ഒരു ഫാമിലി കോമഡി ഉണ്ടായിട്ട് ഞാനും നീയും കൂടെ അഭിനയിക്കും. അങ്ങനെയുണ്ട്. ഇത് അഭിനയിക്കാനൊക്കെ പറ്റുമോ? അറിയുമോ? ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, അഭിനയിച്ചാലേ ആൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കാനുള്ള സാധനമല്ല. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകൾ കണ്ടിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഈ സാധനം ഹിറ്റായി പോകുന്നത്. എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ 2-3 കോമഡി അങ്ങ് എഴുതാം. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്നു. ഈ ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയാൻ നിന്റെ അഭിപ്രായം പറയാം. എനിക്ക് ചുമ്മാ ചിരിച്ചോണ്ട് കാര്യമുണ്ടോ? ആ നമ്മുടെ ആ ഒരു തമാശ വരാനുള്ള മൂഡ് കളയും. ഞാനിപ്പോൾ നല്ല തമാശയുടെ മൂടിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ, ഞാൻ പോയി ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഗംഭീരമായിട്ട് ഒരു 2 തമാശ കഴിക്കും. എന്നിട്ട് ഈ തമാശ നമുക്ക് വീഡിയോയിൽ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണം. അവരിത് വേറെ ആളുകൾക്ക് അയച്ച് അങ്ങനെ നമ്മുടെ വീഡിയോ ഒരു വൈറൽ വീഡിയോ ആയിട്ട് മാറും. അങ്ങനെ വൈറലായിട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് കണ്ടമാനം പൈസ കിട്ടൂടാ. മോശമല്ല. എത്രമാത്രം ആൾക്കാരെന്ന് പറയുമോ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആദ്യം പോയി വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ ശരിയായി തരാം. നീ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചേ? ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല മോളെ. കൂടിയാളാന്നറിയാം. എടാ നിനക്കൊന്നും എന്നെ കുറിച്ച് ഒരു വിലയില്ല. ഇച്ചിരി എങ്ങനെ വില വേണ്ടേ കെട്ടിയവനെ കുറിച്ച്? തിരിച്ചോണ്ടിരുന്നോ. പേനയും പേപ്പറൊക്കെ അവിടെ ഇരിപ്പില്ലേ? ആര്യ എനിക്ക് തമാശയൊന്നും തോന്നുന്നില്ല. അവളെന്നാ വിചാരിക്കുമോ? എന്തെങ്കിലും 2 തമാശ എഴുതിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണല്ലോ.
എൻ്റെ പൊന്നു ഈശ്വരന്മാരാ, നിങ്ങൾ ഇവിടെ അണികൂടിയുണ്ട് വല്ല കാര്യമുണ്ടോ? നമുക്കൊരു ബുദ്ധി പറഞ്ഞതാ. നിർത്തി. ചേട്ടാ, ഇതൊരു പഴയ നമ്പറാണല്ലോ. ഇതൊക്കെ വീഡിയോ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ജനിക്കുമോ? നാശം. ഈ പേപ്പറൊന്നും ഇല്ല. വേറെ കൊച്ചുങ്ങളെ എഴുതിപ്പെടുത്താനോ ഈശ്വര. ഒരു ദിവസം നല്ല പേപ്പർ പോലില്ല, തമാശ എഴുതാനിരിക്കുക. ചോദിച്ചോ. ആഹാ, നീ ഇവിടെ കിടന്ന് ഉറങ്ങിയോ? എണീറ്റ്. നീ നല്ല പാർട്ടിയാണല്ലോ ഒഴിവേ. എന്നെ കൊണ്ട് തമാശ എഴുതിക്കാനായിട്ട് പോയച്ചും നീ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുവല്ലേ? നീ നല്ല പാർട്ടിയുണ്ട്. നിന്നെയൊക്കെ കൂട്ടിയ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടും നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. നീ ഉറങ്ങും, ഞാൻ ഉറങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നിലവ് നടക്കുള്ളൂ. നടക്കൂടാ? വേണോ ഓടിച്ചോളൊന്നും വേണ്ട. അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല. അതെ, ഞാൻ കുറേ നേരം ശ്രമിച്ച് ഇതൊന്ന് എഴുതി ഒപ്പിക്കാൻ വേണ്ടി. കാര്യം തമാശയൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമാണെങ്കിലും എഴുതാൻ അത്ര വശമില്ല. എഴുതി വന്നിട്ട് അങ്ങോട്ട് തെളിയണില്ലെന്നില്ല, അങ്ങ് പെരിശാകുന്നില്ല. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് പോലും ചിരി വരുന്നില്ല. കേൾക്കാനായിട്ട് ഞാനൊന്നും എഴുതിയില്ലല്ലോ. അതൊക്കെ ഓരോ ആഗ്രഹം കൊണ്ടല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ഇച്ചിരി പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒരു കാര്യം ആലോചിച്ചു പോയി. ഇതൊരു കുറ്റമൊന്നുമല്ലല്ലോ. യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെന്ന് വെച്ചിട്ട് ആരും നമ്മളെ തൂക്കിക്കൊണ്ടൊന്നുമില്ലല്ലോ. എന്നും വെച്ചിട്ട് ഞാൻ തോറ്റു പോകുന്നതെന്ന് വിചാരിക്കണ്ട. ഞാൻ നന്നായിട്ട് ആലോചിച്ച് ഒരു 3-4 ദിവസം കൊണ്ട് ഞാനൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് വളരെ നമ്മൾ ഈ അപ്പം ചുടുന്ന പോലെ എളുപ്പമല്ലല്ലോ. ഐഡിയാസ് വേണ്ട, ഐഡിയാസ്. നമ്മളൊരു ഏതൊരു സാധനം എടുക്കണമെങ്കിലും അതിനൊരു തുടക്കം വേണം, അതിൻ്റെ റൺ ചെയ്യുന്നൊരു മധ്യഭാഗം വേണം, പിന്നെ ഒരു ഒടുക്കം വേണം. അങ്ങനെ ഒരു ക്ലൈമാക്സ് ഒന്നും ഇല്ലാത്തൊരു സാധനം വെച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കും നിനക്കും ആരോഗ്യത്തിന് നല്ലത് ഈ പരിപാടി ഇവിടെ നിൽക്കുന്നതാണ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വണ്ടി വിളിച്ച് വന്ന് ഇവിടെ വന്ന് ചിലപ്പോൾ തല്ലാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആലോചിച്ച് വെച്ച കോമഡിയൊക്കെ നമ്മൾ വിട്ടാർന്ന കാര്യമാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല കഴിവുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്യും. അതൊക്കെ കാണാനായിട്ട് ആൾക്കാരുണ്ടാവുകയും ചെയ്യും. നമ്മളിതുപോലത്തെ കൂതറ പരിപാടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ നിനക്ക് ക്യാമറ പിടിക്കാൻ അറിയണം, അല്ലെങ്കിൽ എനിക്ക് ക്യാമറ പിടിക്കാൻ അറിയണം. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ എവിടെയെങ്കിലും വെക്കാൻ അറിയണം. ഈ ക്യാമറയുടെ മുന്നിൽ വൃത്തിയായിട്ട് അഭിനയിക്കാൻ അറിയണം, നന്നായിട്ട് വർത്തമാനം പറയാൻ അറിയണം. ഇതൊന്നും അറിയാൻ മേലാതെ ഒന്നും നമ്മൾ ഈ പരിപാടി കൊണ്ടിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുക. കുഴപ്പമില്ലല്ലോ. ഈ കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ ഈ പരിപാടി ചിലപ്പോൾ ഇനി തുടരും, ചിലപ്പോൾ തുടർന്നില്ലെന്ന് വരും, ചിലപ്പോൾ ഇത് അവസാനത്തെ പരിപാടിയാണെന്നിരിക്കും. നമ്മൾ ആൾക്കാർ വന്ന് തല്ലിക്കൊല്ലുമോ? ഇല്ലെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റിയാലോ. എടി, കിണറ്റിലല്ലേ വെള്ളം കിടക്കുന്നത്, അത്ര പെട്ടെന്നൊന്നും തീരത്തില്ലല്ലോ. നീ എത്ര കാലം വെള്ളം തിളപ്പിച്ചോന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.